വളഞ്ഞ വഴിയിലൂടെ ഒന്നും ചെയ്യാതിരിക്കുന്നതാ നല്ലത്. കുറച്ച് സമയം കൊടുത്താ എല്ലാം സാവകാശം ശരിയാവും. നേരായ വഴിയിൽ തന്നെയാ മാമ ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ മോൻ ജനിച്ച ഐശ്വര്യം കൊണ്ടാ എനിക്കിങ്ങനെ ഓരോ ഭാഗ്യങ്ങൾ കിട്ടുന്നത്. ഇനി അവൻ ഈ വീട്ടിലേക്ക് വന്ന ഞാനേ വേറെ ലെവലാവും, അറിയാവോ? അതിനൊക്കെ ഉള്ള ഒരു തുടക്കം എന്ന പോലെ കട ചീരുവിന്റെ അച്ഛനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാലോ എന്നാ എന്റെ ചിന്ത. അത് നല്ല കാര്യം. അനന്തമാഷിനെ പോലെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിരുന്ന ഒരാൾ ഉദ്ഘാടനം ചെയ്താ അതിന്റെ ഐശ്വര്യം നിനക്കുണ്ടാവും, അല്ലേ ഏട്ടാ? അതെ, നീ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും നല്ല തീരുമാനം ഇത് തന്നെയാ. ആ, അത് മാത്രമല്ല, അങ്ങനൊരു തീരുമാനം നീ എടുത്താ അത് ചീരുമോൾക്കും വലിയ സന്തോഷാവും. നീ കാരണം ആ കുട്ടി ഒരുപാട് വേദനിച്ചല്ലേ. ഇനിയെങ്കിലും ആ കുട്ടി സന്തോഷിക്കട്ടെ. അതെ, സന്തോഷിക്കട്ടെ. ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ചീരു മോനും ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി. ഇപ്പൊ എങ്ങനെയുണ്ട്? നേരത്തെ ഉണ്ടായിരുന്ന ഫോട്ടോയേക്കാൾ മികവ് തോന്നുന്നില്ലേ? ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിനെ ഒന്നുകൂടി മിനുക്കിയെടുക്കാൻ നോക്കണം. ചിലപ്പോ പഴയതിനേക്കാൾ പകിട്ടോടെ അത് തിരിച്ചു കിട്ടും. അച്ഛൻ ഇതൊക്കെ പിന്നെയും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഭക്ഷണം പോലും കഴിക്കാതെ അച്ഛൻ ഇപ്പൊ ഒരു വെയിലത്ത് പോയി ഇപ്പൊ തന്നെ ഇത് ഗ്ലാസ് ഇട്ടുകൊണ്ട് വന്നത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ? നിന്നെ തോൽപ്പിക്കാനല്ല അമ്പിളി, നിന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാ. അതിനുവേണ്ടിയാ അച്ഛൻ ഈ വഴി കാണിച്ചു തന്നത്. പിന്നെ ഒരുപാട് മഴയും വെയിലും ഒക്കെ കൊണ്ട് തന്നെയാ അച്ഛൻ ഇതുവരെ മക്കളെയൊക്കെ നേർവഴിക്ക് നയിച്ചുകൊണ്ടിരുന്നത്. അന്നൊന്നും പക്ഷെ ഇത്രയ്ക്ക് തളർന്നില്ലായിരുന്നു അച്ഛൻ. കാരണം നിങ്ങളെല്ലാവരും അച്ഛൻ നയിക്കുന്ന വഴിയെ തന്നെ നടക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ നിങ്ങളൊക്കെ വളർന്നില്ലേ, നിങ്ങൾക്കൊക്കെ സ്വന്തം തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. എങ്കിലും അച്ഛന്റെ കടമ അച്ഛൻ ചെയ്യുന്നു എന്ന് മാത്രം. അച്ഛാ, അച്ഛൻ ഊണ് കഴിക്കാതെ പോയതുകൊണ്ട് അമ്പിളി ചേച്ചി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാം വിളമ്പി വെച്ച് കാത്തിരിക്കായിരുന്നു പാവം. അതെന്തിനാ അമ്പിളി? നീ ഇവിടെ ഇത്രയും ജോലിയൊക്കെ ചെയ്യുമ്പോ സമയത്തിന് ആഹാരമെങ്കിലും കഴിക്കണ്ടേ മോളെ? വാ വാ വാ, വന്നിരിക്കി കഴിക്കാം. ആദ്യം അച്ഛൻ കഴിക്കേ, ഞാൻ വിളമ്പിത്തരാം. വിളമ്പിത്തരാനേ ഞാനിവിടെ ഉണ്ട്. ചേച്ചി അച്ഛനും കൂടെ വന്നങ്ങ് ഇരുന്നാ മതി. ഇങ്ങോട്ട് ഇരിക്കമ്പിളി. ഒരു ദേഷ്യത്തിന് വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും, കയ്യെ കെട്ടിയൊക്കെ എടുത്ത് എറിയുകയും ചെയ്യുമെങ്കിലും എന്റെ ഈ മോള് പരമശുദ്ധയാണെന്ന് ഈ അച്ഛനറിയാം. കേട്ടോ? ജീവിതത്തെ ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച തീരാവുന്നതേ ഉള്ളൂ നിന്റെ പ്രശ്നങ്ങൾ. മോൾ ആഹാരം കഴിക്കേ. ചേച്ചി വാ കഴിക്കാം. അതിങ്ങിതാ ചെല്ലു മോളെ. രഘു ഇന്ന് പതിവിലും നേരത്തെ വന്നല്ലോ, നല്ല കാര്യം. എന്താ മോനെ ഇത്?
ഇത് ഭാനുമയ്ക്കുള്ളതല്ല, ഇത് എനിക്കുള്ളതാ. മനസ്സിലായി. ഇപ്പൊ തന്നെ നിന്നെ കള്ളു മണക്കുന്നുണ്ടല്ലോ രഘു. ഇനി വീട്ടിൽ കൊണ്ടുവച്ചുകൂടി കുടിക്കണോ? ഇതുകൂടി പുറത്തുനിന്ന് കുടിച്ചാ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതാ പാഴ്സൽ മേടിച്ചോണ്ട് വന്നേ. ഇതൊന്നും അത്ര ശരിയല്ല രഘു. ഭാനുമയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് മദ്യപിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. ഹ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് പറയുന്നതല്ല. ആ, അങ്ങനെ പറയാൻ ഇത് എന്റെ വീടൊന്നും അല്ലല്ലോ. ഏതു വീടായാലും മദ്യം കയറ്റിയാൽ ആ വീട് മുടിഞ്ഞു പോകും. അതുകൊണ്ട് പറഞ്ഞതാ. ഒന്നുമില്ലല്ലോ ഭാനുമേ, ഇതിപ്പോ അവസാനിക്കും. ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും പോകുന്നില്ല. ഇത് തന്നെ ഇന്ദ്രനും അനു ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ. അവരുണ്ടെങ്കിൽ ഞാനിങ്ങോട്ട് വരത്തേയില്ല. ഇത്തവണ ഭാനുമേനോട് ക്ഷമിക്കാം. ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ നിനക്ക് എന്താ രഘു? നീ കുടിച്ചു നശിച്ചാ എനിക്കും ഒന്നുമില്ല. പക്ഷേ നിന്റെ കുടുംബത്തെ മറന്നുള്ള നിന്റെ ഈ കുടി നാളെ നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ നശിപ്പിക്കാനുള്ളതാ. അത് നീ ഓർക്കണം. ആണുങ്ങളായ അത്യാവശ്യമൊക്കെ ആകാം, ഒന്നും അധികമായി പോകരുന്നേ ഉള്ളൂ. ആ, എന്നാ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ രഘു. അപ്പോഴേക്കുവേ ഞാൻ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാം. അമ്മേന്റെ ഇവിടെ ഒന്ന് ആലോചിച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ വിശേഷം ചോദിക്കാനോ എന്നോട് വിശേഷം പറയാനോ ആരും വരില്ലല്ലോ. അപ്പൊ പിന്നെ ഓരോന്നും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക തന്നെ. നിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ വിട്ടത് ഞാനാ. എന്നിട്ട് നീ അത് കഴിഞ്ഞ് വന്ന് എന്നോട് വല്ലതും പറഞ്ഞോ? ഞാൻ നേരെ ശ്യാമമോളുടെ അടുത്തേക്ക് പോയതല്ലേ അമ്മേ. കൊറേ കാലത്തിന് ശേഷമല്ലേ മോൾ ഇത്രയും നേരം വിട്ടു നിൽക്കുന്നേ. എന്നെ കാണാഞ്ഞിട്ട് മോൾക്കും വലിയ സങ്കടമായിരുന്നു. കുറച്ചു നേരം അവളുടെ അടുത്തിരുന്നപ്പോ രണ്ടുപേർക്കും ആശ്വാസായി. ഞാൻ മോളെ പാലുകൊടുത്ത് ഉറക്കിയ ശേഷം സമാധാനമായിട്ട് അമ്മയുടെ അടുത്തേക്ക് വരാന്ന് കരുതിയതാ. ആ, പഠിക്കാൻ പോയിട്ട് എന്തായി? നിനക്കെളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ എല്ലാം. അതെ അമ്മേ, അതിനോട് താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ കോഴ്സ് കഴിഞ്ഞ് വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, വർക്ക് ചെയ്യണം.